ഈ സിനിമയിൽ ഒരു ഭയങ്കര ക്യാമിയോ ഉണ്ട്. ഭയങ്കര ക്യാമിയോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ക്യാമിയോ. ആ ക്യാമിയോ വന്നപ്പോൾ തിയേറ്ററിൽ ഒരു കുലുക്കുമായിരുന്നു. തിയേറ്റർ ആൾക്കാരെടുത്ത് പൊക്കുമായിരുന്നു. ആ ക്യാമിയോയ്ക്ക് വേണ്ടി മാത്രം ഒരു പക്ഷേ ഈ പടം കാണാം. അതിരടി. ഹായ്, ദിസ് ഡി ടി എച്ച്. ഒരു സാധാരണ സിനിമ പ്രേമിയുടെ ഫിലിം റിവ്യൂവിലേക്ക് വീണ്ടും സ്വാഗതം. അരുൺ അനിരുദ്ധൻ്റെ അതിരടി, ബേസിലിൻ്റെയും ടൊവിനോയുടെയും അതിരടി. ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യാമിയോ ഒഴിച്ചു നിർത്തിയാൽ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഒരു അണ്ടർവെൽമിങ് എഫെയർ ആണ്, മാക്സിമം ഒരു ആവറേജ്. അത്രേ ഈ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയുള്ളൂ. അതായത് ഈ പടം മോശമാണെന്നല്ല, ഇതിൽ ചില ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, ചില ത്രില്ലിങ് സീൻസ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇത് പക്ഷേ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചിലപ്പോൾ റീൽസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഇല്ലേ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു സിനിമ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക മേന്മയൊന്നുമില്ലാത്തൊരു സിനിമയാണിത്. അത് മാത്രമല്ല, പലപ്പോഴും കോമഡി എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കോമാളിത്തരങ്ങളാണ്. ഇത് ചെറിയ പടവുമല്ല, ഓൾമോസ്റ്റ് രണ്ടേ മുക്കാൽ മണിക്കൂർ, 2:50 ഉണ്ട് ഏകദേശം, 2:40 ഉണ്ട് ഏകദേശം പടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും ചെറിയ പടവുമല്ല. ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ബേസിലിൻ്റെ ക്യാരക്ടർ സാം കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ മുടങ്ങിക്കിടക്കുന്ന ഒരു ഫെസ്റ്റിവൽ, കോളേജ് ഫെസ്റ്റിവൽ ഒന്ന് റിവൈവ് ചെയ്യാൻ നോക്കുന്നതാണ്. അതാണ് മുഴുനീള പടം. അതായത് നരസിംഹത്തിലെ മോഹൻലാൽ ഉത്സവം വീണ്ടെടുക്കാൻ നോക്കുന്ന പോലെയാണ് ഇതിൽ ബേസിലിൻ്റെ ക്യാരക്ടർ ഒരു ഫിലിം ഫെസ്റ്റിവൽ, കോളേജ് ഫെസ്റ്റിവൽ വീണ്ടെടുക്കാൻ റിവൈവ് ചെയ്യാൻ നോക്കുവാണ്. അപ്പം അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഒരു ദുരന്തമാണ്, കോളേജിൽ നടന്ന ഒരു ദുരന്തമാണ്. ഈ ഇടയ്ക്ക് ക്യുസാറ്റിൽ നടന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു ഇൻസിഡൻറ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. അതിനെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസിഡൻ്റാണ് ഇതിലും. വളരെ ദൗർഭാഗ്യമായ ഇൻസിഡൻ്റാണ് ഇതിലും കാണിക്കുന്നത്. പക്ഷേ അത് വളരെ തുടക്കത്തിലാണ് കാണിക്കുന്നത്, ഏറ്റവും തുടക്കത്തിലാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സിനോട് നമുക്ക് ഒരു ഫീലിംഗും ഉണ്ടാകുന്നില്ല. വളരെ ആദ്യമേ കാണിക്കുന്നത് കൊണ്ട്, വളരെ പെട്ടെന്ന് തീരുന്നത് കൊണ്ടും നമുക്ക് ക്യാരക്ടേഴ്സിനോട് ഒരു ഫീലിംഗ് ഉണ്ടാകുന്നില്ല അതിൻ്റെ അകത്ത്. അത് മാത്രമല്ല, ഈ പടത്തിൽ ഉടനീളം വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് ഉറച്ചു നിന്ന് നമുക്ക് ഒരു ക്യാരക്ടറിന് വേണ്ടിയോ ഒരു സീനിന് വേണ്ടിയോ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലല്ല കഥയുടെ പോക്ക്. എന്നാൽ പറയും ചിലപ്പോൾ അവരങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ആയിക്കോട്ടെ. പക്ഷെ എനിക്ക് വളരെ ഇത് എവിടെയും തങ്ങി നിൽക്കാതെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഒഴുകിപ്പോകുന്ന ഒരു പടം കാണുക, അതൊരു ഗുണമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു മോശം കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അത് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഡയലോഗ്സ് ഒന്നും ക്ലിയർ അല്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സും ഒക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് പല സ്ഥലത്തും ഡയലോഗേ ക്ലിയർ ആവുന്നില്ല. അതിനിപ്പോൾ ഞാൻ കണ്ട തിയേറ്ററിൻ്റെ കുഴപ്പമാണോ എൻ്റെ ചെവിയുടെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും പല സ്ഥലങ്ങളിലും ഡയലോഗ്സ് ക്ലിയർ അല്ലാത്തതായിട്ട് തോന്നി. പിന്നെ ബേസിലിൻ്റെ ആക്ടിങ് പലപ്പോഴും ഉഗ്രനാണ്, പക്ഷേ ഇതിൽ വളരെ മ്ലേച്ഛമായിട്ട് തോന്നി. കാരണം എന്തൊക്കെയോ കാണിച്ചു കൊടുക്കാൻ തോന്നി. ബേസിലിന് പറ്റാത്ത കാര്യങ്ങളൊക്കെ ബേസിൽ ചെയ്യാൻ നോക്കുന്ന കണക്കോ, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കണക്കോ, അല്ലെങ്കിൽ വേറൊരാളായിട്ട് അഭിനയിക്കുമ്പം എന്ന് വെച്ചാൽ പുള്ളിക്ക് എന്തോ ഇത് തൊട്ട് കൺവിൻസിങ് അല്ലാത്ത ഒരു ക്യാരക്ടറായിട്ട് തോന്നി. പുള്ളിയുടെ ആക്ടിങ്ങും ഒക്കെ പുള്ളിക്ക് ഈ സിനിമയിൽ അല്ലെങ്കിൽ ക്യാരക്ടറിനോട് ശരിക്കും അങ്ങ് ചേരാത്ത കണക്ക് തോന്നി ബേസിലിൻ്റെ ആക്ടിങ്. പിന്നെ ടൊവിനോ ഓക്കെയാണ്, കൺവിൻസിങ് ആണ്, ടൊവിനോ ഫൈൻ. ഇവർ രണ്ടുപേരും കൂടാതെ, ടൊവിനോ ബേസിലിനെ കൂടാതെ റിയ ഷിബു, സരിൻ ഷിഹാബ്, വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ, അങ്ങനെ തുടങ്ങി പലരും ഉണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ക്യാമിയോ വന്നപ്പോൾ മാത്രമാണ്, അത് മാത്രമൊന്നുമല്ല, വന്നപ്പോഴാണ് ഏറ്റവും വലിയ കുഴക്കം ആ തിയേറ്ററിൽ ഉണ്ടായത്. അതിരടി വളരെ സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെ കളർഫുള്ളായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്, അരുൺ അനിരുദ്ധൻ്റെ സംവിധാനത്തിലാണ് എനിക്ക് കുറേ പിഴവുകൾ തോന്നിയത്. അത് മാത്രമല്ല, കഥയും തിരക്കഥയും ഒക്കെ മോശമായിട്ട് തന്നെ തോന്നി. അരുൺ അനിരുദ്ധൻ മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്. അരുൺ അനിരുദ്ധൻ്റെ ഡെബ്യൂ ഡയറക്ടോറിയൽ ഫീച്ചർ ഫിലിമാണ്. അതുകൊണ്ട് തന്നെ പോരായ്മകൾ തോന്നി. പക്ഷേ അദ്ദേഹം ടാലൻ്റ് ആണെന്ന് തോന്നുന്നു, ടാലൻ്റ് ആയിരിക്കണം. കാരണം പക്ഷേ അതിനി തെളിയിക്കേണ്ടിയിരിക്കുന്നു അടുത്ത സിനിമകളിൽ ഒരുപക്ഷെ. അതുപോലെ തന്നെ ഒരു ക്ലാസിസ്റ്റ് എലമെൻ്റ് ഉള്ള പടമാണ് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അത് തൽക്കാലം നമുക്ക് വിടാം, അത് വേറൊരു സോഷ്യോളജിക്കൽ ഡിബേറ്റാണ്, ഫിലിം റിവ്യൂവിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലം. കാരണം ഈ കഥ എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിങ്ങനെ ഒരു കഥ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളിപ്പം വേറെ ആളോട് പറയാൻ നമ്മൾ മടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം അങ്ങനത്തെ ഇത് ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ, അയ്യേ ഇതെന്ത് കഥ, ഇതെങ്ങനെ സിനിമയാക്കും, ഇത് സിനിമയാക്കി കഴിഞ്ഞാൽ ആൾക്കാർ കാണുമോ, ആൾക്കാർ പോവില്ലേ
എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കഥയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരാളുടെ അടുത്ത് പോയി പറയുകയാണ്, ഞാനിങ്ങനെ ഒരു കഥ എഴുതിയിട്ട് ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ മിക്കവാറും അയാൾ എന്നെ തുപ്പും, അതിന് മുഖത്ത് തുപ്പും. കാരണം അങ്ങനത്തെ ഒരു കഥയാണിത്. പക്ഷേ ഇവരൊരു പക്ഷേ ഹെവി വെയ്റ്റ്സ് ആണല്ലോ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതും. കോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സൈലത്തിൻ്റെ അനന്തു, ബേസിൽ ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ല ഓൺ സ്ക്രീനൊക്കെ ഹെവി വെയ്റ്റ്സ് ആണ്. അപ്പം അവരിത് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവരിത് കഥ അല്ലെങ്കിൽ അവരോട് കഥ പറയുമ്പോഴോ അവർ കഥ പറയുമ്പോഴോ അവർ കഥ കേൾക്കുമ്പോഴോ അവർക്ക് ചിലപ്പോൾ പുൾ ഓഫ് ചെയ്യാൻ തോന്നും, പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടായിരിക്കും ഈ സംരംഭത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹെവി വെയ്റ്റ്സ് ഓൺ സ്ക്രീൻ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ ഈ പടം നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും കാണാൻ ചെല്ലുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതും. അല്ല ഇപ്പോൾ ഒരു കൂട്ടം പുതുമുഖങ്ങളായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു കഥയായിരുന്നെങ്കിൽ ഒട്ടും വർക്കാവും തോന്നുന്നില്ല. എനിക്ക് ഇതൊരു ആവറേജ് മൂവി ആയിട്ടാണ് തോന്നിയത്. 2 stars out of 5 for Adhredi. Thanks for watching. Bye.